ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള ഇവിടുത്തെ ഫയർ സംവിധാനങ്ങളുടെ ഉള്ളിലാണ്. നമുക്കറിയാം വളരെ അത്യാധുനിക സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇത്രയും വലിയ തീ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഈ സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ആർക്കും അറിയില്ല. ഇതിൻ്റെ വാൽവ് എവിടെയാണെന്ന് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. നോക്കി ഇതിൻ്റെ പിറകുവശത്ത് കാണുന്ന ഇത്രയും വിലപിടിപ്പുള്ള ഇത്രയും കാര്യക്ഷമമായിട്ട് പുതിയ ടെക്നോളജിയിൽ സജ്ജമാക്കിയിട്ടുള്ള ഈ ഫയർ സംവിധാനം ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പോലെ അറിയില്ലെന്ന്. ഇതിന്റെ വാൽവ് പിടിക്കും അതില്ല, ആരെടുത്തോണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അത് പൊന്നു ചേട്ടാ, നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി 10-50 രൂപ ഫൈൻ ഈടാക്കുന്നുണ്ട്. അവർക്ക് ഇത്രയും വലിയ സൗദാരണമായിട്ടൊന്ന് വർക്ക് ചെയ്യിക്കാനോ അതിനെക്കുറിച്ച് ചെയ്യാനോ ഒരാളിവിടെ ഇല്ല. 1 മണിക്കൂറിലേറെ തീ പിടിച്ച് എത്തിക്കൊണ്ടിരിക്കണം. ഫയർഫോഴ്സ് വന്ന് അവർ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടമാനം അവർ കഷ്ടപ്പെടാണ്. ഇത്ര നേരമായിട്ട് സംഭവം വർക്ക് ചെയ്യിക്കാൻ അവർക്ക് ആർക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം. നിങ്ങൾ നേരത്തെ കണ്ടൊരു വീഡിയോ കണ്ടില്ലേ? ഇത് ഇവിടെ തൊട്ടടുത്തുണ്ടായ MCF മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്ന MCF ഹരിതകർമ്മസേനയൊക്കെ വന്ന് മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന MCF കത്തിയ സമയത്ത് ഞാൻ ഇട്ടൊരു വീഡിയോ ആണ്. അതിൽ ഞാൻ പ്രത്യേകം പറയുന്നൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇതിൻ്റെ വാൽവ് എവിടെ പോയെന്ന് ചോദിച്ചിട്ട് ആർക്കൊരു പിടിയിൽ ആരും കണ്ട് എടുത്തുകൊണ്ട് പോയേക്കാതെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ കാണുന്ന സംഭവമാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഫയർ ആൻഡ് സേഫ്റ്റിയുടെ റൂം. അത്യാധുനിക ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉപകരണങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ താക്കോല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡോർ സ്റ്റേഡിയം എടുക്കുന്ന പാർട്ടികൾക്ക് കൊടുക്കാറില്ല. ഇതിൻ്റെ താക്കോല് ആരാ സൂക്ഷിച്ച് വെക്കണേ? ഇതിൻ്റെ താക്കോല് സൂക്ഷിച്ച് വെക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭ തന്നെയാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വിലമതിപ്പുള്ള സാധനങ്ങൾ, ലക്ഷക്കണക്കിന് നിസ്സാര 15 ലക്ഷം എന്നല്ല, 19 ലക്ഷം രൂപയുടെ സംഗതികൾ, വിലപിടിപ്പുള്ള സംഗതികൾ അടിച്ചു മാറ്റി കൊണ്ടുപോയേക്കാണ്. മോഷണം പോയിരിക്കുന്നു. ചാലക്കുടി നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി വസ്തുക്കൾ, അത്യാധുനികമായ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയിരിക്കുന്നു. മൂക്കിൻ്റെ താഴെ കസേരയിൽ ഉപവിഷ്ടനായിട്ടിരിക്കുന്നില്ല, ആ മൂക്കിൻ്റെ താഴെയുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇത്രയും വലിയ മോഷണം നടന്നിട്ടുള്ളത്. എവിടെയായിരുന്നു ഇത്ര നാൾ? എവിടെയായിരുന്നു? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ചെറു വിരൽ അനക്കാൻ പോലും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഭരണാധികാരികൾ എന്തിനാണ് നമ്മൾ വെറും കസേര മനുഷ്യന്മാരായിട്ട് അത് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഇത്രയും സംഗതികൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇൻഡോർ സ്റ്റേഡിയം പണി തീരാനായിട്ട് എത്ര കോടി എടുത്തിട്ടുണ്ടോ? 10 കോടിയിൽ പരം കാശ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനത്തിന് തന്നെ ഏകദേശം 1 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. അത്രയും കാശ് ചെലവഴിച്ചിട്ട് ഉള്ള സാധനങ്ങൾ ഇത് മോഷണം പോയിരിക്കുകയാണ്. ഇതിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? നഗരസഭയുടെ കയ്യിലാണ് ഇതിൻ്റെ താക്കോൽ ഇരിക്കണേ. ആരാണ് ഈ താക്കോൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്? ഇത് എവിടേക്ക് പോയി ഈ മോഷണം? ആരാണിത് ചെയ്തത്? ഇവിടെ മുഴുവൻ അഴിമതിയാണ് എന്ന് പറഞ്ഞ് വന്നൊരു ഭരണാധികാരി ഇവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലായിട്ടില്ലേ? ഇവിടെ മുഴുവൻ അഴിമതിയാണ്. അങ്ങനെ അദ്ദേഹം കുറേ ഷോ വർക്ക് കാണിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായിന്ന് ഞാൻ ചോദിക്കണേ. ഇപ്പം സ്വന്തം മൂക്കിന് താഴെയുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി വസ്തുക്കൾ, വിലപിടിപ്പുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വസ്തുക്കൾ മോഷണം പോയിരിക്കുന്നു. ഇത് എന്ന് പോയിരിക്കണമെന്നറിയോ? ഇത് സംഭവം എങ്ങനെ തിരിച്ചറിഞ്ഞെന്നറിയോ? ഈ തീപിടുത്തമാണ് ഇതിങ്ങനെ മോഷണം പോയിരിക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിച്ചു. കാരണം മോഷണം നടത്തിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ പോയി. കാരണം ഇവിടെ ഒരു തീപിടുത്തം വരുന്ന അവരുടെ ചിന്തയിലും ഇല്ല. തീപിടുത്തം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എവിടെ പോയി, വാൽവ് എവിടെ പോയി, വാൽവ് എല്ലാവരും എടുത്തുകൊണ്ട് പോയിന്ന്. അപ്പോഴാണ് ഈ സംഭവം പുറത്ത് പോയിട്ടുള്ളത്. ഇതാരാണ് നടത്തിയിട്ടുള്ളത്? ഇത് തീർച്ചയായിട്ടും നടത്തിയ ആൾക്കാരെ, ഈ മോഷണം നടത്തിയിട്ടുള്ള ആൾക്കാരെ പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ആർജവം കാണിക്കണം. ഇതുവരെയായിട്ടൊരു പരാതി പോലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല. പരാതി പോലും എത്ര ദിവസം കഴിഞ്ഞു, എത്ര നാൾ കഴിഞ്ഞു ഈ സംഭവം ഉണ്ടായിന്ന് അറിഞ്ഞിട്ട്? ആ തീപിടുത്തം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞു? ഒരു പരാതി പോലും കൊടുത്തില്ല. ഇവർ തൃശ്ശൂരിൽ നിന്ന് ടീമുകളെ കൊണ്ടുവന്ന് ഇവിടെ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തി. ആ ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്. എന്നിട്ട് കാശ് കുറച്ച് നഷ്ടം വന്നുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. സ്വന്തം കസേരയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇത്രയും വലിയ കളവും സംഗതി അരങ്ങേറുമ്പോൾ ഇത് പൊതുജനങ്ങളുടെ പണമാണ്. ആർജവം ഉണ്ടെങ്കിൽ ഇതിലെ മോഷ്ടാക്കളെ കണ്ടെത്താനായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് രംഗത്ത് വരണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ചാലക്കുടി നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന ഐക്കണായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സാധനങ്ങൾ മോഷണം പോയിരിക്കുന്നു. ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ജെഫൈസ് പുറത്തുവിടുന്നത്. നമ്മുടെ ചാലക്കുടിയിലെ എല്ലാ ആളുകളും ആദരവോടുകൂടി കാണുന്ന ML ജേക്കബേട്ടൻ്റെ പേരിലുള്ള സ്റ്റേഡിയമാണിത്. ഈ സ്റ്റേഡിയം ഇവിടെ പണിത് വെച്ചിട്ട് ഇത് കൊടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട തുകകൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയോ? തനി ട്രാപ്പ് പരിപാടികൾക്കൊക്കെ ഈ സംഗതി കൊടുത്ത് 10 പൈസ കിട്ടാത്ത രീതിയിൽ നഗരസഭയ്ക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പഞ്ചായത്തുകൾ തമ്മിലുള്ള കലോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീം വന്നൊരു പരിപാടി നടത്തി. അതിൽ എത്ര കാശ് ഈ പറഞ്ഞ ചാലക്കുടി നഗരസഭയ്ക്ക് കിട്ടി?
ഇത്രയും വലിയൊരു സ്റ്റേഡിയം ഇവിടെ പണി കഴിഞ്ഞിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്? അതിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? കരാട്ടെ ടൂർണമെൻറ്റുകളും ചില ടൂർണമെൻറ്റുകളും ഒഴിച്ച് വേറെ എന്താണ് നടക്കാനുള്ളത്? അപ്പോൾ കെടുകാര്യസ്ഥതയിലേക്ക് ഞാൻ പറയണത് ഈ ML ജേക്കബ് എന്ന് പറയുന്ന അതുല്യ മനുഷ്യനോടൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ അപഹാസ്യമായ, അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമായ സംഭവങ്ങളാണെന്ന് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആൾക്കാരൊക്കെ അറിയാണ്ട് ഇത്തരം മോഷണങ്ങൾ എവിടെ നടക്കും? അപ്പോൾ തീർച്ചയായിട്ടും ഇത് കെട്ടുകാര്യസ്ഥതയുടെ സ്വന്തം മുന്നിൽ നടക്കുന്ന കളവും മറ്റ് സാധനങ്ങളും ഒന്നും അറിയാതെ ഒരു ഭരണാധികാരി വെറുതെ ഒരു കസേര മനുഷ്യനായിട്ട് കുത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്.